എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ക്രിസ്മസ് എക്സാമിൽ നിന്ന് വരുവാണ്. അപ്പോൾ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്തുമാത്രം പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടൈമിലെ കുറച്ച് ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഏത് ചാപ്റ്റർ വരെ അല്ലെങ്കിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് നോക്കാം, ഓരോ വിഷയത്തിൻ്റെയും കേട്ടോ. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള സ്കീം ഓഫ് വർക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ മലയാളമാണ്, കേരള പാഠാവലി. അതിലെ 3ാമത്തെ യൂണിറ്റ് കേട്ടോ, കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ. അതിലെ തരിച്ചു നിലങ്ങളിലേക്ക്, അത് പിന്നെ എന്താണ്, അച്യുതമാമ, നിങ്ങളും നിങ്ങളുടെ ജോലിയും, അത് പഠിക്കാനുണ്ട്. പിന്നെ ഉജ്ജ്വല ഹൃദയ സ്പന്ദനങ്ങൾ, അതിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം, കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ മലയാളത്തില്. ദെൻ അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി ആയിരുന്നു കണ്ടത്. നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ 3ാമത്തെ കേട്ടോ, പദം പദം ഉറച്ചുനാം, അതിലെ വംശം ദയ. പിന്നെ 4ാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ, അതിലെ തഥാഗത അല്പമല്ല ഭുജിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ഇംഗ്ലീഷ് ആണ് നോക്കാനുള്ളത്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 കേട്ടോ, യൂണിറ്റ് 2 അതാണ് 3ാമത്തെ ലെസൺ ആയിരുന്നു, സക്സസ്. അത് പഠിക്കാനുണ്ട്. ദെൻ യൂണിറ്റ് 3യിലെ അസ്പയർ ആൻഡ് എക്സ്പ്ലോർ, അതിലെ 3 ലെസൺസ് ഉണ്ട് കേട്ടോ, അത് 3ഉം പഠിക്കുക. സീ ഫീവർ, ദ സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സ്, വെയിറ്റിംഗ് ഫോർ റെയിന്. പിന്നെ യൂണിറ്റ് 4ലെ ദ സ്ട്രൈവ് ആൻഡ് ത്രൈവ് കേട്ടോ, ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. അപ്പോൾ തന്നെ ദ ഷീൽഡ് ഓഫ് കറേജ്. അപ്പം യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4. ദെൻ ഹിന്ദിയിലെ നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 3 ആണ് കേട്ടോ, യൂണിറ്റ് 3 ഉണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 4 കേട്ടോ, അതിലെ ഓരോരോ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും 3ാമത്തെ ലെസൺ ആണ്. പിന്നെ 5ാമത്തെ ലെസൺ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ദെൻ 7ാമത്തെ യൂണിറ്റ് ആണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അപ്പൊ ഈ 3 യൂണിറ്റുകൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റ് പേപ്പറിൽ പഠിക്കാനുണ്ട്. ഇനി അടുത്ത സോഷ്യൽ സയൻസ് സെക്കൻഡ് പേപ്പർ ആണ്. അതിൽ വരുന്നത് പ്ലാറ്റേ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, ഭൂചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലകളിലൂടെ. ദെൻ 7th യൂണിറ്റ് ത്രൂ ദ സാൻഡി എക്സ്പാൻസ്, മണലാരണ്യത്തിലൂടെ കേട്ടോ. സോഷ്യൽ സയൻസ് സെക്കൻഡ് പേപ്പറിൽ ഈ 3 യൂണിറ്റ് പഠിക്കുക. ദെൻ ഫിസിക്സിലേക്ക് വരുമ്പോൾ 3ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷന്റെ കുറച്ച് പാഠഭാഗങ്ങളൊക്കെ നമുക്ക് എക്സാമിന് യോജിച്ചിട്ടുണ്ടെന്ന് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക കേട്ടോ, ലോസ് ഓഫ് മോഷൻ. പിന്നെ അതാണ് ഗ്രാവിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോയൻ ഫോഴ്സ്, പ്രവർഷണ ബലം എന്ന് പറഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജവും കേട്ടോ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും എക്സാം ക്വസ്റ്റ്യൻസുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദെൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കെമിക്കൽ ബോണ്ടിങ്, 3ാമത്തെ യൂണിറ്റ് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം. അതുപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ, കെമിക്കൽ ബോണ്ടിങ്ങിൽ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി പോർഷൻ. പിന്നെ റിഡോക്സ് റിയാക്ഷൻ. പിന്നെ 5ാമത്തെ യൂണിറ്റ് ആയ കെമിക്കൽ കൈനറ്റിക്സ്. അപ്പം ഇതും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലും ഒരുപാട് ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും മോഡൽ ക്വസ്റ്റ്യൻസുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. ദെൻ ബയോളജിയിലേക്ക് വരുമ്പോൾ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും. പിന്നെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് അല്ലേ, ചലനവും സഞ്ചാരവും. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കേട്ടോ, പ്രത്യുൽപാദന ആരോഗ്യം. അതിൽ ഫെർട്ടിലൈസേഷൻ വരെയാണ് പഠിക്കാനുള്ളത്, 5th ചാപ്റ്ററിന്റെ ഫെർട്ടിലൈസേഷൻ വരെയാണ് പഠിക്കാനുള്ളത്. ദെൻ മാത്സിലേക്ക് വരുമ്പോൾ 5ാമത്തെ ചാപ്റ്റർ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്നക ഗുണനം. പിന്നെ ഇതാണ് സിമിലർ ട്രയാങ്കിൾ ഉണ്ട്, സദൃശ്യ ത്രികോണങ്ങൾ. 7ാമത്തെ യൂണിറ്റ് നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകളുണ്ട്. 8ാമത്തെ യൂണിറ്റ് സർക്കിൾസ് മെഷേഴ്സ്, വൃത്തങ്ങളുടെ അളവുകൾ പഠിക്കാനുണ്ട്. 9ാമത്തെ യൂണിറ്റ് റിയൽ നമ്പേഴ്സ് ആണ്, രേഖീയ സംഖ്യകളുണ്ട്. 10ാമത്തെ യൂണിറ്റ് ആണ് പോളിനോമിയൽസ്, അതായത് ബഹുപദങ്ങൾ. ഇത്രയും യൂണിറ്റുകളെ മാത്സിൽ പഠിക്കാനുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ.
അപ്പോൾ ക്ലിയർ ആയല്ലോ? ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഓരോ സബ്ജക്റ്റിനും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് ടൈമിൽ ഉള്ള പോർഷൻസുകളൊക്കെ ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് പോകണം കേട്ടോ. സെക്കൻഡ് ടൈമിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, എങ്കിലും ഫസ്റ്റ് ടൈമിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുക. 1-2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പോവുക. എന്നിരുന്നാലും സെക്കൻഡ് ടൈമിലെ പോർഷൻസിന് പ്രാധാന്യം കൊടുക്കുക, അതനുസരിച്ചിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്